സോണിയാസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പായസമായാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലേക്ക് ആണെങ്കിൽ ഇതിന് പ്രഥമൻ എന്നാണ് പറയാറ്, പ്രഥമൻ പായസം. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് 600 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയുടെ അടിയിൽ കല്ലൊക്കെ കാണും, ചിലപ്പോൾ നമ്മൾ ഉരുക്കി വരുമ്പോഴേക്കും. ഇത് നേരിട്ട് ചേർക്കാതെ ഇതൊന്ന് ഉരുക്കി ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇപ്പം തന്നെ ഉരുകാനായിട്ട് വെക്കുകയാണ്. ഉരുക്കാൻ വേണ്ടി വെക്കുമ്പോൾ ഇതിലേക്ക് ഈ ശർക്കരയിലേക്ക് ഞാനൊരു 200 ml വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് ഉരുകാനായിട്ട് വെക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാനിവിടെ ഒന്നാംപാൽ രണ്ടാംപാൽ എന്നും പറഞ്ഞ് 2 പാത്രത്തിലാക്കി പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പലർക്കും ഒരു സംശയം ഉണ്ടാകും, ഈ ഒന്നാംപാൽ രണ്ടാംപാൽ എന്ന് വെച്ചാൽ എന്താണെന്ന്. എന്നോട് ഇതിന് മുൻപ് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തേങ്ങയിൽ നിന്ന് ആദ്യം പിഴിഞ്ഞെടുക്കുന്ന പാലിനാണ് ഒന്നാംപാൽ എന്ന് പറയുന്നത്. ആ തേങ്ങാപ്പീര തന്നെ വീണ്ടും വെള്ളം ഒഴിച്ച് വീണ്ടും പിഴിഞ്ഞെടുക്കുന്നതിനാണ് രണ്ടാം പാല്. പിന്നെ വേണ്ടത് ഒരല്പം ഉപ്പ് ചേർക്കണം, നെയ്യ്, ഉണക്കമുന്തിരി, കാഷ്യൂനട്ട്, ഏലക്ക, തേങ്ങ ചെറുതായിട്ട് കൊത്തിയെടുത്ത്, പരിപ്പ് 1/2 കിലോഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഇതിലിപ്പം ഒട്ടും വെള്ളമയോ ഇല്ല. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ടുള്ള ഉള്ളിച്ചട്ടിയൊക്കെ ചൂടായിരിക്കുകയാണ്. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പയർ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതൊരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നു. ഈ രണ്ടാം പാലിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുക്കറിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒരു 2 വിസിൽ അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് വെക്കാം. കാരണം 2 വിസിൽ മതിയാനായിട്ട് വെന്ത് കിട്ടും. ഇത് മൂടി വേവാനായിട്ട് വെക്കാം. മൂടി വെച്ചാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ പരിപ്പൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള കാഷ്യൂനട്ടൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് ഒരു 2 സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർക്കുകയാണ് പാനിലേക്ക്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഈ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇതിനൊരു ബ്രൗൺ കളർ ആകുന്നതിനും വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇതിപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഈ റൈസിൻസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നെയ്യിൽ നിന്നും കോരി മാറ്റി വെക്കാം. ഈ നെയ്യിലേക്ക് തന്നെ ഈ തേങ്ങാക്കൊത്ത് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ചാണ് ചേർക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടി അളവിൽ മാറ്റം വരുത്തുക. അപ്പോൾ ഈ തേങ്ങാക്കൊത്തും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ പയറൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പം ഒരു 40 മിനിറ്റ് ആയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുകയായിരുന്നു. ടൈമില്ലാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുക്കറിൽ വെച്ച് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതൊരല്പം കുറുകിയോടൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഇനി ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് പാകത്തിനാകും. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇപ്പം ചേർത്ത് കൊടുക്കാം. അത് ആ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് മാത്രം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ചുപ്പി ചേർത്താൽ മതി. ഉപ്പി ചേർത്തതിന് ശേഷം ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഈ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക ഞാനൊന്ന് ചതച്ചാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര നമ്മൾ ചേർക്കുമ്പോൾ കറുത്ത ശർക്കര കിട്ടുവാണെങ്കിൽ എപ്പോഴും നല്ലത് അതാണ്. കാരണം പായസത്തിന് നല്ലൊരു കളർ ഉണ്ടാകും. സാധാരണ ഒരു പ്രഥമൻ പായസം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ലൊരു കറുത്ത കളറിലാണ് കിട്ടാറ്. അപ്പോൾ അങ്ങനെ പായസം ഉണ്ടാക്കുമ്പം പറ്റുന്നവരൊക്കെ കറുത്ത ശർക്കര ചേർത്ത് വേണം ഉണ്ടാക്കാനായിട്ട്. എനിക്കിവിടെ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ശർക്കര മുഴുവൻ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
അപ്പം ഈ പയറൊക്കെ നന്നായിട്ട് വെന്തടിഞ്ഞുകൊണ്ട് ഇനി ചോട്ടി പിടിക്കും പെട്ടെന്ന് തന്നെ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് കൂടെ ഒന്ന് തിളച്ച് എല്ലാം പയറിലേക്ക് പിടിക്കുന്ന രീതിക്ക് എല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ നെയ്യോട് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പായസം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്.